നമസ്കാരം. മലയാള സിനിമയിലേക്ക് കടന്നു വന്ന പുതുമുഖ നായികമാരിൽ ഒരാളാണ് അങ്കിത വിനോദ്. ബിഗ് സ്ക്രീനിൽ മാത്രമല്ല മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും അങ്കിത സുപരിചിതയാണ്. തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുന്ന കാട്ടാളൻ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി അങ്കിതയാണ് ഇന്ന് സിനിമാ തട്ടകത്തിലെ അതിഥി. അങ്കിത, നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ നമുക്ക് പുതിയ വിശേഷങ്ങളെയും തുടങ്ങാൻ തോന്നുന്നു. കാട്ടാളൻ എന്ന സിനിമയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. കാരണം ഇതുപോലെ വലിയൊരു പ്രോജക്റ്റിന്റെ ഒരു ചെറിയ ഭാഗമാവാൻ കഴിഞ്ഞാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താ പറയാ, ഞാൻ പ്രതീക്ഷിക്കാതെ എനിക്ക് കിട്ടിയ ഒരു അവസരമാണ് കാട്ടാളൻ. നമ്മള് ഈ പറയുന്ന പോലെ ടെലിവിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ഓരോ സിനിമകൾ ഇങ്ങനെ ട്രൈ ചെയ്ത് കാട്ടാളനിലെത്തി. അത് ഭയങ്കര അപ്രതീക്ഷിതമായിട്ടാണ് ഇതിലെ കാസ്റ്റിംഗ് ഡയറക്ടർ അബു വളിയംകളും അബുക്ക് എന്നെ വിളിക്കുന്ന ഒരു ദിവസം. അതായത് ഇത് ഫ്രീ ആണോ എന്നാൽ കൊച്ചിയിലോട്ട് പോരെ, ഒരു ഓഡിഷൻ എന്നും പറഞ്ഞാണ് ഞാൻ പോകുന്നത്. അപ്പൊ ചെന്നു ഓഡിഷൻ കഴിഞ്ഞു. എനിക്കൊരു ഐഡിയ ഇല്ല. അബുക്ക പറഞ്ഞു നന്നായിട്ട് ചെയ്തോ, ഇത് വലിയ പരിപാടിയാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ ചെന്നു, അത് കഴിഞ്ഞു. അടുത്ത ദിവസം ലുക്ക് ടെസ്റ്റും, പിന്നെ എനിക്ക് തോന്നുന്നു 3-4 ദിവസം കഴിഞ്ഞ് നേരെ തായ്ലൻഡിൽ പോയി. ഇത് എന്താ പറയാ, എന്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത കുറെ എക്സ്പീരിയൻസസ് ആണ് എനിക്ക് കാട്ടാളൻ എന്ന് പറയുന്ന സിനിമ എനിക്ക് തന്നത്. അത് മെയിനായിട്ട് പറയാനാണെങ്കിൽ കുറച്ചാണെങ്കിലും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ആയിരുന്നു അത്. ഇത് മെയിനായിട്ട് തായ്ലൻഡില് ഒറിജിനൽ ആനയുടെ കൂടെയൊക്കെയായിരുന്നു എൻ്റെ ഷൂട്ടും സീനും എല്ലാം. അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അയ്യോ, ഞാൻ ഒട്ടും വിചാരിച്ചില്ലാതെ അത്രയും സ്മൂത്ത് ആയിട്ട് തന്നെ നടക്കുന്നു. നല്ല പേടിയുണ്ടായിരുന്നു, പക്ഷെ അടിപൊളിയായിട്ട് ചെയ്തു. അപ്പോൾ ഈ ഓഡിഷന് പോകുന്ന സമയത്ത് അറിഞ്ഞിരുന്നോ ഇങ്ങനെ ഒരു കഥാപാത്രത്തിലേക്കാണ് എത്തുന്നത്, അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഈ ഒരു ഔട്ട്ലൈൻ ഒക്കെ മനസ്സിലായിരുന്നോ? ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ ഈ ഒരു പടത്തിന്റെ ഒരു പാർട്ടാവാൻ പറ്റുമെന്ന് മാത്രമേ എനിക്ക് അപ്പം മൈൻഡിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്തെങ്കിലും നന്നായിട്ട് ചെയ്യണം, കാരണം ഇത് ചെയ്താൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. ഈ കാട്ടാളനിൽ കിട്ടിയത് നല്ലൊരു വേഷം തന്നെയായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് ഈ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു അഭിപ്രായം എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ പോർഷൻസ് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. ഇത് സിനിമയാണല്ലോ, അപ്പൊ നമ്മളെ ലാസ്റ്റ് എഡിറ്റിംഗ് ടേബിളിൽ കഴിഞ്ഞ് വരുന്നതാണ് ശരിക്കും സ്ക്രീനിൽ കാണുന്നത്. അപ്പം എൻ്റെ കുറച്ചധികം പോർഷൻസ് ട്രിം ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും എന്നെ പെട്ടെന്ന് ഇതുപോലൊരു സിറ്റുവേഷൻസിൽ ഇങ്ങനെ കണ്ടപ്പം എല്ലാവരും ഭയങ്കര നല്ല റെസ്പോൺസ് ആണ് തന്നത്. നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ കാട്ടാളൻ എന്ന് പറയുന്ന സിനിമ സെറ്റിലെ ഏറ്റവും മറക്കാനാകാത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറയുന്നത് ഈ ആനയുടെ കൂടെയുള്ള സീക്വൻസ് തന്നെയാണ്. അപ്പോ ഫസ്റ്റ് ഡേ ഞാൻ എന്റെ സത്യം പറഞ്ഞ ഷൂട്ട്, എന്റെ ആ സീക്വൻസിന്റെ ക്ലൈമാക്സ് ആണ് ആദ്യം എടുക്കുന്നത്. അപ്പൊ പുറകോട്ടാണ് എന്റെ ആ സ്റ്റോറി മൊത്തം പോയത്. ആൻഡ് എന്റെ ഫസ്റ്റ് ഷൂട്ട് തായ്ലൻഡില് ആനയുടെ കൂടെ ആയിരുന്നു. അപ്പൊ അവിടെ ചെന്നതും ഒന്നാമത്തെ കാര്യം, അവിടുത്തെ പ്രൊഡക്ഷൻ ടീം മൊത്തം അവിടുത്തെ സൺ മാസ്റ്ററിന്റെ ടീമാണ്. അപ്പൊ അവർക്കൊന്നും ഇംഗ്ലീഷ് പോലും മര്യാദയ്ക്ക് അറിയില്ല. അപ്പൊ സംസാരിക്കാൻ തന്നെ നല്ല പാടായിരുന്നു. പിന്നെ ഓഫ്കോഴ്സ് ക്യൂബ്സ് എന്റർടൈൻമെന്റ് അത്രയും അടിപൊളിയായിട്ടും സേഫ്റ്റിയോടെയാണ് എന്നെ അവിടെ ടേക്ക് കെയർ ചെയ്തത്. എന്താ പറയാ, എനിക്ക് തോന്നുന്നു ആ ഫുൾ എന്റെ ഷൂട്ടിന്റെ സമയത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു പെണ്ണായിട്ട്, ബാക്കി എല്ലാം ആണുങ്ങള്. അപ്പൊ അത്രയും ടേക്ക് കെയർ ചെയ്താണ് അവര് ഇത് കൊണ്ടുപോയത്. ഞാൻ അവിടെ ചെന്ന് ആനയുടെ കൂടെയുള്ള സീക്വൻസ് ഞാൻ പറഞ്ഞു ഡ്യൂപ്പ് വേണ്ട, ഞാൻ തന്നെ ചെയ്യാം. അപ്പൊ ഷെരീഫിക്ക ആണോ ഇപ്പൊ സെറ്റാക്കി തരാന്ന് പറഞ്ഞു പോയി. പിന്നെ നമ്മുടെ സൺ മാസ്റ്റർ ഒക്കെ വന്നിട്ട് സീക്വൻസ് ഇതാണെന്ന് കാണിച്ചപ്പോ ഇച്ചിരി ഒരു പേടിയായി. പിന്നെ മാസ്റ്റർ തന്നെയാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്, ക്യാൻ യു ലൈ ഓൺ ദ എലിഫന്റ് ട്രങ്ക്, അതായത് കൊമ്പിന്റെ മുകളിൽ കിടക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു പോയി. ആദ്യത്തെ പ്രാവശ്യം റിഹേഴ്സല് കുഴപ്പമില്ല, നല്ല നെഞ്ചെടുപ്പൊക്കെ ഉണ്ടായിരുന്നു, അത് ചെയ്തു. പിന്നെ ആ ഷോട്ട് എനിക്ക് തോന്നുന്നു അത് ട്രെയിലറിലും നമ്മുടെ മൂവിയിലും വന്നിട്ടുണ്ട്. മെയിനായിട്ട് ഷോട്ട് ആനക്കൊമ്പിൽ എന്നെ ഇങ്ങനെ എടുത്ത് പോകുന്നൊരു സംഭവം. അപ്പൊ അത് തന്നെ ഒരു 5 തവണ പോയി. എനിക്ക് മനസ്സിലാവുന്നത്, കാരണം അന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പേടിച്ചിട്ടാണ് ഇരുന്നത്. അത് എങ്ങനെ ചെയ്തു എന്ന് സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്കൊരു ഐഡിയ ഇല്ല. അത് എന്തോ ഒരു ദൈവാധീനമാണ് ഞാൻ വിചാരിക്കുന്നത്. ബിക്കോസ് അത് ആനയുടെ കൂടെ, അത് ആന ഇങ്ങനെ ഞാൻ കൊമ്പിൽ കിടക്കും, ആന ഇങ്ങനെ എഴുന്നേറ്റ് അതൊന്ന് റെഡിയാക്കാൻ ഉള്ളൊരു ഇതുണ്ട്. അപ്പൊ 2-3 തവണ ആന അങ്ങനെ ചെയ്തപ്പോ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ ലൈഫിൽ ഞാൻ ഒരിക്കലും മറക്കില്ല. സത്യം പറഞ്ഞാൽ ഞാൻ കാറ്റത്തിങ്ങനെ പറന്ന് ഓടുന്ന പോലെയാണ് ആ ഒരു ഷോട്ട് ചെയ്തത് തന്നെ. ആനയെ പേടിയുണ്ടോ? ആനയെ പേടിയൊക്കെ ഉണ്ട്. ആദ്യം തന്നെ ഞാൻ ചെന്ന ആനയൊക്കെ ഒന്ന് തൊട്ട് ഒന്ന് കാമായിട്ടാണ് കിടന്നത്. പിന്നെ ഇതുപോലെ തന്നെ ആന എന്റെ പുറകിലോട്ട് വരുന്ന സംഭവങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ ആദ്യം ക്യാമറാമാൻ ചേട്ടൻ പറഞ്ഞു
ഒന്നുമില്ല, ബാക്കിലോട്ടൊന്ന് ആയുന്ന പോലെ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ അത് ടേക്ക് റോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ പുറകിലോട്ട് വാ, പുറകിലോട്ട് വാന്ന് പറഞ്ഞു. എനിക്ക് നീങ്ങാൻ പറ്റുന്നില്ലായിരുന്നു, മൊത്തം ചളി കൊണ്ട് മൊത്തം കുഴഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ പയ്യെ നീങ്ങി. അപ്പം ആന, സത്യം പറഞ്ഞാൽ എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ആന ഓട്ടോമാറ്റിക് ആയിട്ട് സ്ലോ ഡൗൺ ചെയ്തു. ആ ഒരു മൊമെന്റിൽ എന്റെ ദൈവമേ ഞാൻ ഒന്ന് പേടിച്ചു. സത്യം പറഞ്ഞാൽ ആനയ്ക്ക് ആ ഒരു സെൻസ് ഇല്ലായിരുന്നെങ്കിലോ ചിലപ്പം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേനെ. അപ്പൊ ഇതൊക്കെ എനിക്ക് ലൈഫിൽ മറക്കാൻ പറ്റാത്ത സംഭവമാണ്. പിന്നെ ഇതേപോലെ തന്നെ വാഗമണ്ണിൽ വന്നിട്ടും ഒരു രാത്രി ഒരു ഈവനിങ് 6 മണി തൊട്ട് വെളുപ്പിന് 6:30 വരെ ഒരു ഷോട്ടിന്റെ സംഭവമായിരുന്നു. മറ്റേ മഴയത്ത് ഇങ്ങനെ വീണ് തണുത്ത് ഉറച്ചൊക്കെ അഭിനയിച്ചു. അതാ പറഞ്ഞു, ഇതുപോലെ പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. അതാണ് കാട്ടാളൻ എനിക്ക് തന്നത്. ഈ പറഞ്ഞതുപോലെ ഈ ആനയുടെ കൊമ്പിൽ കിടക്കുന്ന ഒരു സീനൊക്കെ ഈ തിയേറ്ററിൽ കണ്ടവരൊക്കെ ഭയങ്കര ശ്വാസം അടക്കി പിടിച്ചിരുന്നാണ് കണ്ടത്. അപ്പോൾ അതിൽ അഭിനയിക്കുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥ അത് നമുക്ക് ചിന്തിക്കാനാവുന്നതാണ്. അത്രയും ഒരു ഭയം എന്തായാലും ഉള്ളിലുണ്ടാകും, പക്ഷെ അത് പുറത്ത് കാണിക്കാനും പറ്റില്ല. അതെ, സത്യം. ഞാനപ്പോ ഇങ്ങനെ ആദ്യം റിഹേഴ്സലിന് ശരി ഓക്കെ ചെയ്തു, കുഴപ്പമില്ല, പെട്ടെന്ന് തീർന്നു പോകുന്നു വിചാരിച്ചു. അപ്പം ഒരു ടേക്ക് കഴിഞ്ഞപ്പോ തന്നെ പോളിട്ട് നമ്മുടെ ഡയറക്ടർ എന്നെ നോക്കിയിട്ട് ഇപ്പൊ ശരിയാക്കി തരാട്ടോ, ഇപ്പൊ ശരിയാക്കാം, ഇപ്പൊ ഓക്കെ ആക്കാം എന്ന് പറഞ്ഞപ്പോഴേക്കും അവിടെ മാസ്റ്റർ വൺ മോർ. അത് തന്നെ അതാ പറഞ്ഞു, ഒരു 4-5 തവണ ആ ഒരു ഒറ്റ ഷോട്ടാണ് പോയത്. ആദ്യം ആദ്യത്തെ 2 തവണ ഒരു പേടിയായിരുന്നു, പിന്നെ അത് കുറച്ചൊന്ന് മാറി യൂസ്ഡ് ആയി. ഇടയ്ക്ക് പക്ഷെ മഴ സീക്വൻസാ. അപ്പം മഴയുടെ ഇതിൽ കൊമ്പിൽ ഇങ്ങനെ വെള്ളം വീണിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് സ്ലിപ്പായിരുന്നു ആന എന്നെ കൊണ്ട് ഓടുമ്പം. അപ്പൊ ഒന്ന് പേടിച്ചു. പക്ഷെ എന്തോ ധൈര്യത്തില് ദൈവാധീനം കൊണ്ട് എനിക്കൊന്നും സംഭവിച്ചില്ല. ഇനി ഈ കാട്ടാളൻ സിനിമ മാറ്റി നിർത്തി ഈ സിനിമ അല്ലെങ്കിൽ അഭിനയം ഈ രംഗത്തേക്ക് കടന്നു വരാനുള്ള ഒരു ആഗ്രഹം അത് എപ്പോഴാണ് ഉണ്ടാകുന്നത്? അത് കുഞ്ഞുനാൾ മുതലേ ഉള്ളതാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ തൊട്ടേ ഞാൻ ഭയങ്കര ടി വി പുഴുവായിരുന്നു. അപ്പോ പഠിത്തത്തിനെക്കാട്ടിലും ഫുൾ ടൈം ടി വി ആണ്. എനിക്ക് ആ ഒരു എന്തോ ഒരു ക്രേസ്, എനിക്ക് തോന്നുന്നു 10-ലോ 11-ലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് സൂര്യയുടെ സിനിമയൊക്കെ കാണുമ്പോഴാണ് ഞാൻ ഭയങ്കര സൂര്യ ഫാനാണ്. അപ്പൊ അന്ന് അയ്യൻ എന്ന് പറയുന്ന സിനിമ, ഗജിനി, ഇങ്ങനത്തെ കുറെ സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് എനിക്ക് ആക്ടിങ്ങിനോടുള്ള ക്രേസ് ശരിക്കും വരുന്നത്. പക്ഷെ വീട്ടിൽ പറഞ്ഞില്ല. പിന്നെ അവര് എൻ്റെ അടുത്ത് പഠിക്കാൻ പറഞ്ഞത് ഞാൻ പിന്നെ പഠിച്ചു, MBA വരെ പഠിച്ചു കഴിഞ്ഞു. ഈ ടിക്ടോക്ക് ഒക്കെ വരുന്ന സമയത്താണ് പിന്നെ ഓക്കെ ഒരു ആക്ടിങ് ട്രൈ ചെയ്യാമുള്ളൊരു ഇതിലെങ്കിലും ചുമ്മാ വീഡിയോ എടുത്തിടുന്നത്. പക്ഷെ അത് വൈറലായി. അങ്ങനെ പിന്നെ സീരിയലിലേക്ക് എന്നെ വിളിച്ചു, പിന്നെ അവിടെ നിന്ന് വന്നു. ഈ ടിക്ടോക്ക് ചെയ്ത് കണ്ടിട്ടാണോ സീരിയലിലേക്ക് ആദ്യമായി വരുന്നത്? എങ്ങനെയാണ് ഈ അഭിനയത്തിലേക്കുള്ള കടന്നുവരവ് എങ്ങനെയായിരുന്നു? ആ ടിക്ടോക്കിൽ എൻ്റെ ഒരു ഡാൻസ് വീഡിയോ വൈറലായി. അപ്പൊ അത് കണ്ടിട്ടാണ് എന്റെ ഫസ്റ്റ് സീരിയലിന്റെ ഡയറക്ടർ എന്നെ കോൺടാക്ട് ചെയ്യുന്നതും ഒരു ഓഡീഷൻ ഉണ്ട്, സീരിയൽ ആണെന്നും പറഞ്ഞു പോകുന്നത്. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോ ഓക്കെ ഫൈൻ, എന്തായാലും ഒരു അവസരമാണ്. ഇപ്പൊ എത്രയോ പേര് ആഗ്രഹിക്കുന്നതാണ് അറ്റ്ലീസ്റ്റ് സ്ക്രീനിലെങ്കിലും ഒന്ന് വരാൻ. അപ്പൊ അങ്ങനെ ഞാൻ ഓഡീഷന് പോയി, അത് ഓക്കെ ആയി. പിന്നെ അങ്ങനെയാണ് സീരിയലിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം അത് വീട്ടിൽ പറയുമ്പോൾ കിട്ടുന്ന ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഫ്രണ്ട് സർക്കിളിൽ നിന്നായിക്കോട്ടെ റിലേറ്റീവ്സ് നിന്നായിക്കോട്ടെ ഏറ്റവും കൂടുതൽ ഒരു സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആരാണ്? സത്യം പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് ആണ്. എൻ്റെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സിന് മാത്രമേ ഞാൻ ഇത്രയും ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അവർക്ക് അറിയത്തുള്ളായിരുന്നു. പിന്നെ ഫാമിലിയിൽ ആദ്യം ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി വന്നെന്ന് പറഞ്ഞപ്പോൾ അവരാദ്യം പറഞ്ഞു ഓക്കെ, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു ജോലി വിടരുത്, ശരി നീ പോയി ട്രൈ ചെയ്തോ, ജോലി വിടാതെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്തോ എന്നും പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞ് സ്ക്രീനിൽ എന്റെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞപ്പോ തൊട്ട് പിന്നെ എന്റെ പേരൻസ്, എന്റെ ഫാമിലിയാണ് എന്റെ ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സ്. അപ്പോൾ ഈ ആദ്യമായിട്ട് അഭിനയിച്ച് സ്ക്രീനിൽ കാണുമ്പോൾ ഉണ്ടായൊരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? സത്യം പറഞ്ഞാൽ എന്റെ ടെലിവിഷൻ, എന്റെ സീരിയലിന്റെ ആ ഫസ്റ്റ് സീൻ ഞാൻ എന്തോ ഓഫീസ് കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് മഴയൊക്കെ പെയ്ത് സത്യം പറഞ്ഞാൽ അത് മിസ്സായി. അപ്പൊ തന്നെ എനിക്ക് എല്ലാരും കോൾസ് വന്നു തുടങ്ങി. അപ്പൊ എൻ്റെ അടുത്ത് ആരോ പറഞ്ഞു, നീ എന്ത് വിചാരിക്കുന്നത്, ലാലേട്ടൻ പോലെ ലാലേട്ടന്റെ ആദ്യത്തെ സിനിമ കാണാൻ പറ്റിയിട്ടില്ല അറിയോ, ഇതൊക്കെ പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്തു. പക്ഷെ അത് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ എല്ലാവരുടെയും റെസ്പോൺസ് കേട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി എന്റെ എപ്പിസോഡ് പോലും കാണുന്നത്. കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഓക്കെ കുഴപ്പമില്ല, കുറച്ചെങ്കിലും എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു ഹോപ്പും കോൺഫിഡൻസും വന്നു. ഈ നേരത്തെ പറഞ്ഞു ഒരു വലിയ സൂര്യ ഫാൻ ആണെന്ന് പറഞ്ഞു, അതുപോലെ ഈ ഒരു ഫീൽഡിൽ നിന്ന് ഇങ്ങനെ ഈ ഫീൽഡിൽ പിടിച്ചു നിർത്തിയത് ആരിൽ നിന്ന് ലഭിച്ചൊരു പ്രചോദനം കൊണ്ടാണ്? അത് സത്യം പറഞ്ഞ ഒരു സെൽഫ് മോട്ടിവേഷൻ തന്നെയാണ്, ഒരു ആഗ്രഹം തന്നെയാണ്. എങ്ങനെയെങ്കിലും
എങ്ങനെയെങ്കിലും ഒന്ന് എത്തിപ്പെടാൻ. കാരണം ഞാൻ സീരിയൽ സ്റ്റാർട്ട് ചെയ്തു. സീരിയൽ ചെയ്യുന്ന സമയത്താണ് സിനിമ, ഓക്കെ ഇനി സിനിമ ട്രൈ ചെയ്യാം എന്നും പറഞ്ഞ് ഞാൻ നിന്നത്. അത്ര ഈസി അല്ല. പ്രത്യേകിച്ച് സീരിയൽ ആർട്ടിസ്റ്റിന് സിനിമയിലോട്ട് വരാൻ ഒരുപാട് ഓബ്സ്റ്റക്കിൾസ് ഉണ്ട്. അത് മെയിൻ തിങ്, അവർക്ക് സീരിയൽ ഫേസസിനെ സിനിമയിൽ അത്ര താല്പര്യമില്ലാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്ന് വെച്ചാൽ അവരങ്ങനെ പറയും, കാരണം എപ്പോഴും കാണുന്ന ഫേസസ് അല്ലേ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ എന്താ പറയാ, അതൊരു കഷ്ടപ്പാട് തന്നെയാണ്. ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കുക എന്ന് പറയുന്ന പോലെയാണ് ഞാൻ പിന്നെ അതിൽ നിന്ന് ഇതിലോട്ട് ട്രൈ ചെയ്തത്. പറഞ്ഞതുപോലെ സീരിയലിലെ രജിസ്റ്റർ ആയ ഒരു ഫേസ് ഇങ്ങനെ ഫിലിമിലേക്ക് വരുന്നത് ഭയങ്കര റെയർ ആണ്, അല്ലെങ്കിൽ അത് ഒരു സ്യൂട്ടബിൾ ആകില്ല എന്നൊരു ചിന്താഗതിയുണ്ട്. അപ്പോൾ ആദ്യമേ ഇതിന് സീരിയലിലേക്ക് വന്നപ്പോൾ ഇങ്ങനെ ഫിലിമിലേക്ക് ഒരു ചാൻസ് കിട്ടുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നോ? അല്ല, സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഒരു ആക്ട്രസ് ആവാനാണ്. പക്ഷെ അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചിട്ടൊന്നുമില്ലായിരുന്നു. അത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ പോലോ കോലോയുടെ ബുക്കിൽ എഴുതിയിരിക്കുന്ന പോലെ, നമ്മൾ അതിതീവ്രമായി എന്തെങ്കിലും ആഗ്രഹിച്ചാൽ ദ ഡെസ്റ്റിനി വിൽ കൺസ്പയർ ടു ബ്രിങ് ഇറ്റ് ടു അസ് എന്ന് പറയുന്ന പോലെ തന്നെയായിരുന്നു എന്റെ അവസ്ഥ. ഞാൻ ആക്ട്രസ് ആവാൻ വേണ്ടി ശ്രമിച്ചില്ല, എങ്ങനെയോ എത്തിപ്പറ്റി. അത് പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഞാൻ ഓക്കെ ഇറങ്ങി. പിന്നെ ഞാൻ ഇറങ്ങി, ഒന്നും നോക്കിയില്ല. അവസരം കൈ വന്നു കഴിഞ്ഞപ്പം ഞാൻ ട്രൈ ചെയ്തു. അത് പറഞ്ഞ പോലെ ഇറ്റ്സ് ഡിഫിക്കൾട്ട്. സീരിയലിൽ നിന്ന് സിനിമയിലോട്ട് വരാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇനി ഏതൊക്കെ കഥാപാത്രങ്ങൾ ചെയ്യാനാണ് ആഗ്രഹം, ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്? സത്യം പറഞ്ഞാൽ എന്നെ ഇപ്പൊ കാണുമ്പോൾ എല്ലാരും പറയുന്നത് എനിക്ക് ഭയങ്കര ക്യൂട്ട് ഇന്നസെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ചെയ്യുന്നത്. അപ്പം പക്ഷെ സീരിയലിൽ ഞാൻ ചെയ്തത് പക്ക നെഗറ്റീവ് ആണ്. അപ്പം എല്ലാം ഒന്ന് ട്രൈ ചെയ്യണമെന്നാണ്. പ്രത്യേകിച്ച് ഇന്ന പോലത്തെ ക്യാരക്ടർ എന്നൊന്നും പറയാനില്ല. ഒരു ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. ഇപ്പം സാധാരണ ഒരു ഇപ്പൊ ജേർണലിസ്റ്റിന്റെ മൈക്രോ ഡ്രാമയിൽ തന്നെ ഞാൻ ജേർണലിസ്റ്റിന്റെ ക്യാരക്ടർ ചെയ്തു. അപ്പൊ അതുപോലെ കുറച്ചുകൂടെ ഒന്ന് എസ്റ്റാബ്ലിഷ് ആയിട്ട് ഒരു പോലീസൊക്കെ ആവാൻ പറ്റുന്നുണ്ടായിരുന്നു. കാരണം അതിനുള്ള ഹൈറ്റ് ഒന്നും എനിക്ക് ഇല്ലാത്തതുകൊണ്ട് അത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഒരു സംഭവം കിട്ടിയിരുന്നെങ്കിൽ ഒരു ഭയങ്കര ആഗ്രഹമാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ സീരിയലുകൾ ചെയ്തിട്ടുണ്ട്, സിനിമ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ചൂസ് ചെയ്യാൻ പറഞ്ഞ ഏത് ചൂസ് ചെയ്യും? ഓഫ്കോഴ്സ് മധുരിമ തന്നെയാണ്. പടാത്ത വൈലിയിലെ എന്റെ ആ ക്യാരക്ടർ. കാരണം അത്രയും ഷെയ്ഡ്സിൽ നിന്നൊരു ക്യാരക്ടറാണിത്. സ്റ്റാർട്ടിങ് ഞാൻ വന്നു ഭയങ്കര ബബ്ലി ആയിട്ടുള്ള ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു കാമുകി റോള്. പിന്നെ അവിടുന്ന് നേരെ തേപ്പ് കിട്ടി കരഞ്ഞ് കുറെ അലമ്പായി കരഞ്ഞു പോയി. പിന്നെ അത് മാറി വൈരാഗ്യമായി ദേഷ്യം വന്നു. അപ്പം ആ ഒരു ക്യാരക്ടറിൽ എനിക്ക് കുറെ പ്ലേ ചെയ്യാനുണ്ടായിരുന്നു. സീരിയൽ ആക്ടിങ് സിനിമ ആക്ടിങ് ഡിഫറെന്റ് ആണ്. പക്ഷെ ആ ഒരു ക്യാരക്ടറിനെ സംബന്ധിച്ച് എനിക്ക് എന്താ പറയാ കുറെ ചെയ്യാനുണ്ടായിരുന്ന ഒരു ക്യാരക്ടർ അത് തന്നെയാണ്. ഇനിയിപ്പോൾ പോകെ പോകെ ഈ അഭിനയത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനാണോ താല്പര്യം, അതോ ഇനി ഈ വീട്ടിൽ ആദ്യം പറഞ്ഞതുപോലെ അഭിനയിക്കണമെന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പോൾ ഒരു ജോബ് കൂടെ വേണമെന്നുള്ളൊരു അഭിപ്രായം വീട്ടിൽ നിന്നുണ്ടായിരുന്നില്ല, അപ്പോൾ അതും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാനാണോ താല്പര്യം, അതോ അഭിനയത്തിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനാണോ? ആക്ച്വലി ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഓഫർ വരുന്നത്. പിന്നെ ഞാൻ നൈസായിട്ട് ജോബും റിസൈൻ ചെയ്തിട്ടാണ് ആക്ടിങ് ചെയ്തത്. ബട്ട് ഇപ്പോഴും ഞാൻ ഫ്രീലാൻസ് ആയിട്ടും ചെയ്യുന്നുണ്ട്. ഒരു ആഡ് ഫിലിം കമ്പനിക്ക് വേണ്ടി ഞാൻ വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് എല്ലാം ചെയ്യണമെന്നാണ് ആഗ്രഹം. നമ്മൾ അഭിനയിക്കുമ്പം നമ്മൾ എന്താ പറയാ വെറുതെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്യാന്നല്ലാതെ നമുക്ക് ചെയ്യാനൊന്നുമില്ല. അപ്പൊ ബ്രെയിൻ ഡെഡായി തുടങ്ങി. അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പം ഈ കണ്ടന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഞാൻ തന്നെയാണ് സ്ക്രിപ്റ്റും കോൺസെപ്റ്റും ഒക്കെ എഴുതുന്നത്. അപ്പൊ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ബ്രെയിൻ ഒന്നുകൂടെ ആക്റ്റീവ് ആകും. ഈ പറയുന്ന പോലെ ആഡ് ഫിലിം കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറായിട്ട്. അപ്പൊ അതും അതിന്റെ കുറെ കോൾസും അതൊക്കെ ലൈക്ക് എനിക്ക് എല്ലാം കൂടി ചെയ്യാനാണ് എന്റെ ആഗ്രഹം. ഇപ്പോൾ ഈ സിനിമയൊക്കെ അഭിനയിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് ഇപ്പോൾ വീട്ടുകാരെന്താണ് പറയുന്നത്, വീട്ടിൽ നിന്ന് ഒക്കെ ഉള്ളൊരു അഭിപ്രായം എന്താണ്? അവർക്ക് ഇഷ്ടമാണ്. പക്ഷെ ചില സമയത്ത് അച്ഛനമ്മയും പറയുമ്പോ പിന്നെ നീ സിനിമ നിർത്തിയിട്ട് സീരിയൽ തന്നെ ചെയ്തോടെ. കാരണം സീരിയൽ ഇസ് ആക്ച്വലി എ ഗുഡ് സോഴ്സ് ഓഫ് ഇൻകം. നമുക്കൊരു മന്ത്ലി ഇൻകം കിട്ടുന്ന ഒരു സംഭവമാണ് സീരിയൽ. പക്ഷെ സിനിമ അതുപോലല്ല. നമ്മൾ വെയിറ്റ് ചെയ്യണം, കുറെ ഓഡിഷൻസ് നമ്മൾ ട്രൈ ചെയ്യണം. ഒരു സിനിമ സംഭവിക്കുന്നത് തന്നെ കുറെ മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ പ്രീ പ്രൊഡക്ഷനും അത് കാസ്റ്റിങ്ങും പിന്നെ അതെല്ലാം എഡിറ്റ് ചെയ്ത്. ഇപ്പൊ കാട്ടാളൻ തന്നെ കഴിഞ്ഞ ഒക്ടോബറിലാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. അത് ഈ മെയിലാണ് റിലീസായത്. അപ്പൊ സിനിമ എന്ന് പറയുമ്പോൾ അതൊരു ടൈം എടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആയിട്ട് വേണം മുന്നോട്ട് പോകാൻ. അപ്പൊ അതുകൊണ്ട് അവര് പറയും എന്നാ നിർത്തിയിട്ട് സീറ്റിൽ തന്നെ പൊക്കോന്ന് പറയും. ഈ അഭിനയം എന്നുള്ളൊരു ആഗ്രഹം വരുന്നതിന് മുൻപ് ഈ ചെറിയ പ്രായത്തിലൊക്കെ ആരാകണമെന്നായിരുന്നു ആഗ്രഹം? എന്റെ മനസ്സിൽ ആക്ട്രസ് തന്നെയായിരുന്നു. പിന്നെ അച്ഛനും അമ്മയാണ് CA.
എന്നൊക്കെ പറഞ്ഞ് എന്നെ കുഴപ്പിച്ചു. പക്ഷെ അത് പൊട്ടി, അതെനിക്ക് കിട്ടിയില്ല. പിന്നെ MBA ചെയ്തു. പിന്നെ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോയി. സത്യം പറഞ്ഞാൽ എന്റെ മൈൻഡിൽ ആക്ടിങ് തന്നെയായിരുന്നു എനിക്ക് ചെറുപ്പം മുതലേ. എന്തോ അത് തന്നെയായിരുന്നു ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ ഈ ആഗ്രഹം ഉള്ളപ്പോൾ വിചാരിച്ചിരുന്നോ ഇതുപോലെ സിനിമയിലും സീരിയലിലേക്കും ഒക്കെ എത്താൻ സാധിക്കുമെന്ന്? ഒരിക്കലും വിചാരിച്ചില്ല, ഒരിക്കലും. ഞാനതാ പറഞ്ഞ നേരത്തെ ആ ബുക്കിൽ പറഞ്ഞ പോലെ ആഗ്രഹിച്ചു, അത് എങ്ങനെയോ എത്തിച്ചു. ഇനിയിപ്പോൾ എന്താണ് ഇനി വരാൻ പോകുന്ന പ്രൊജക്ട്സ് ഒക്കെ? എന്താണ്, സീരിയലാണോ സിനിമയാണോ? ഞാൻ അങ്ങനെ സിനിമ മാത്രമേ ചെയ്യൂ, സീരിയൽ മാത്രമേ, അങ്ങനൊന്നും ഇല്ല. എന്ത് നല്ലത് കിട്ടിയാലും ഞാൻ ചെയ്യും. ഇപ്പോഴും എനിക്ക് സീരിയലിന് കോൾസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ എല്ലാം നോക്കിയിട്ട് നല്ലതാണെങ്കിൽ മാത്രമേ ചെയ്യാറുള്ളൂ. ടു ബി വെരി ഫ്രാങ്ക്, സീരിയൽ ഓൾമോസ്റ്റ് ഇപ്പം എല്ലാ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സും വരുന്നത് സെയിം ആണ്. അപ്പൊ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ളത് ചെയ്യണം എന്നാണ് എന്റെയും ആഗ്രഹം സീരിയലിൽ. അപ്പം വരുന്നത് എന്താണേലും നല്ലത് ചെയ്യും. ഈ സീരിയൽ അഭിനയമാണോ സിനിമയാണോ കൂടുതൽ ഇഷ്ടം? നേരത്തെ പറഞ്ഞു ഈ ഇൻകത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അത് മാറ്റി നിർത്തുകയാണെങ്കിൽ ഈ സീരിയലാണോ സിനിമയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? സത്യം പറഞ്ഞാൽ സീരിയൽ ആക്ടിങ് ഡിഫിക്കൽട്ട് ആണ്. സിനിമ സിമ്പിൾ ആണ്. കാരണം നമ്മള് ക്യാമറ എവിടെയെങ്കിലും ആയിരിക്കും, നമ്മളിപ്പോ നോർമലി ഇപ്പൊ സംസാരിക്കുന്ന പോലെ ജസ്റ്റ് സംസാരിച്ചാൽ മതി. പക്ഷെ സീരിയൽ അങ്ങനല്ല, കുറച്ചുകൂടെ ഒരു റെസ്ട്രിക്റ്റഡ് കൈൻഡ് ഓഫ് ഫെയിം ആണ്. അപ്പോ നമ്മള് നിൽക്കുന്നത് അധികം മൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം അതുപോലത്തെ ക്ലോസ് ഷോട്ട്സ് ഒക്കെ ആയിരിക്കും വെക്കുന്നത്. സിനിമ എന്ന് വെച്ചാൽ നമ്മൾ ഫ്രീ ആണ്, നമുക്ക് മൊത്തം മൂവ് ചെയ്താണെങ്കിലും നമുക്ക് ആക്ട് ചെയ്യാം. പക്ഷെ സീരിയൽ ആക്ടർ കുറച്ച് റെസ്ട്രിക്റ്റ് ആണ്. നമുക്ക് ബോഡി മൂവ്മെന്റ്സ് അധികം ചെയ്യാൻ പറ്റില്ല, ഫേസിൽ കൂടുതൽ എക്സ്പ്രഷൻസ് വരുത്തണം. സീരിയൽ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആണ്, സിനിമ ഈസിയാണ്. സിനിമയിൽ നമുക്ക് ടൈം എടുത്ത് അല്ലെങ്കിൽ നമുക്ക് അതിനെ ഉൾക്കൊണ്ട് ബിഹേവ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. സിനിമ തന്നെയാണ് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഈ സിനിമ ആയിക്കോട്ടെ സീരിയൽ ആയിക്കോട്ടെ, നമുക്ക് ഈ സ്ക്രിപ്റ്റ് ഒക്കെ കാണാതെ പഠിക്കേണ്ടതായിട്ട് വരാറില്ലേ? അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് സിനിമയ്ക്കാണോ സീരിയലിനാണോ? സിനിമയാണ്. സീരിയലിൽ പ്രശ്നമില്ല, പ്രോംപ്റ്റ് ചെയ്ത് തരുമല്ലോ. അപ്പൊ സിനിമയില് മായമ്മ എന്ന് പറയുന്ന ടൈറ്റിൽ റോൾ ചെയ്തൊരു മൂവി ഞാൻ ചെയ്തിരുന്നു. അപ്പൊ അതിനകത്ത് കുറേ വലിയ വലിയ ഡയലോഗ്സും ഇതും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം സിനിമയുടെ ഒരു മെയിൻ ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് കഥ ഫുൾ കറക്റ്റ് ആയിട്ട് അറിയാം, ആ ക്യാരക്ടറിന്റെ ആർക്ക് എന്താണെന്ന് നമുക്കറിയാം, അത് എങ്ങനെയാണ് പോകുന്നത് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇതുള്ളത് കൊണ്ട് ഇപ്പം നമ്മുടെ ഓൺ സംഭവത്തിലാണെങ്കിലും നമുക്ക് അതിന്റെ ഡയലോഗ്സ് റെപ്ലിക്കേറ്റ് ചെയ്യാം. അപ്പൊ അത് കുറച്ചുകൂടെ ഈസിയാണ്. സീരിയൽ അതല്ല, എന്താണോ എഴുതി വെച്ചിരിക്കുന്നത് അത് തന്നെ കറക്റ്റ് ആയിട്ട് പോയാലേ പറ്റൂ. അപ്പൊ സിനിമ നമ്മളത് മനസ്സിലാക്കി കാണാതെ പഠിക്കുക, അല്ലാതെ മനസ്സിലാക്കി നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സിനിമയാണെങ്കിൽ നമുക്കറിയാമല്ലോ ഇതാണ് ഇതിൻ്റെ ക്ലൈമാക്സ്, ഇങ്ങനെ പോകും, നമുക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ മനസ്സിലാകും. പക്ഷേ സീരിയൽ അങ്ങനെയല്ലല്ലോ, ഇങ്ങനെ നീണ്ട എപ്പിസോഡ്സ് അല്ലേ. അപ്പോൾ ആദ്യം തന്നെ അറിയാൻ സാധിക്കാറുണ്ടോ ക്ലൈമാക്സ് ഇതാവും, അല്ലെങ്കിൽ ഒരു ഊഹം കിട്ടാറുണ്ടോ? കഥ ഇങ്ങനെ മാറി മാറി പോകാറില്ലേ? അത് സീരിയലിന്റെ വലിയൊരു പ്രശ്നം തന്നെയാണ്. അതായത് ഇപ്പോഴും ക്യാരക്ടേഴ്സ് വിളിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയും സെക്കൻഡ് ഹീറോയിൻ ഈക്വൽ ടു ഹീറോയിൻ, ടൈറ്റിൽ 2 നായികന്മാരാണ്. പക്ഷെ സീരിയലിന്റെ കാര്യത്തിൽ നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പൊ തന്നെ എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ പറയും ആകെ 1 ദിവസം ഉണ്ടായിരുന്നുള്ളൂ ഷൂട്ട്, 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. കാരണം കഥ ഇങ്ങനെ മാറും തോറും ഓരോ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് അതിനനുസരിച്ച് കൂടുതൽ കുറെയൊക്കെ ചെയ്യും. അപ്പൊ സീരിയൽ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്തായി തീരും എന്നുള്ളത്. അതാണ് മെയിൻ. ഫ്രീ ടൈമൊക്കെ ഇപ്പോൾ കിട്ടാറുണ്ടോ ഈ അഭിനയത്തിനിടയ്ക്കൊക്കെ? അങ്ങനെ ഈ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ മറ്റേ വർക്ക് ചെയ്യുന്നുണ്ട്, അത് ചെയ്യും. പിന്നെ എന്റെ സ്വന്തം സർവൈവലിനായിട്ടാണെങ്കിലും ഇപ്പം കുറെ ഇൻസ്റ്റാ പ്രൊമോഷൻസും ആഡ്സും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ സിനിമ കാണും. ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് സിനിമ കാണും തന്നെയാണ്. കാരണം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക, ഓരോ ആക്ടിങ് കണ്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക, അതൊക്കെയാണ് നടക്കുന്നത്. ഇനിയിപ്പോൾ കൂടുതൽ ഈ സിനിമകൾ ചെയ്യാൻ തന്നെയല്ലേ താല്പര്യം? അപ്പോൾ കൂടുതൽ അപ്കമിങ് ആയിട്ടുള്ള ഏതെങ്കിലും സിനിമകളൊക്കെ വന്നിട്ടുണ്ടോ? സിനിമ തന്നെയാണ് ആഗ്രഹം. പിന്നെ കാട്ടാളൻ കഴിഞ്ഞ് വരെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. അപ്പൊ അടുത്ത ഓപ്പർച്യൂണിറ്റീസ് നമുക്കാണെങ്കിലും പറയാമല്ലോ, ഓക്കെ ഞാൻ ഈ ഒരു സിനിമയാണ് ചെയ്തത്, ഇതിന്റെ ഒരു ഭാഗമായിരുന്നു. ഇപ്പോഴും ഏറ്റവും നമ്മൾ സിനിമയ്ക്ക് ആവശ്യമുള്ളത് ആൾക്കാരെ വിളിച്ചോണ്ടിരിക്കുക, ചാൻസ് ചോദിച്ചുകൊണ്ടിരിക്കുക, അതാണ് അതിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം. കാരണം എല്ലാവരും ഒന്നും ഓർത്തിരിക്കില്ല, അപ്പൊ നമ്മൾ തന്നെ ഓർമ്മിപ്പിക്കണം. അപ്പൊ അത് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. കിട്ടുന്ന സമയത്ത് പറ്റുന്ന പോലെ എല്ലാ ഡയറക്ടേഴ്സിനെയും വിളിക്കും, ഇല്ലെങ്കിൽ ചാൻസ് ചോദിക്കും. ഇപ്പൊ കുറച്ചുകൂടെ ടെക്നോളജി വൈസ് ഒക്കെ കുറച്ചുകൂടി ഈസിയാണ്. അപ്പൊ എല്ലാവരും നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ പോകുന്നു. അപ്പൊ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഈ കാട്ടാളൻ എന്ന സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നൊരു ലഭിച്ച ഒരു അഭിപ്രായം എങ്ങനെയായിരുന്നു? അത് ആക്ച്വലി ഒരു ആക്ഷൻ മൂവി ആയതുകൊണ്ടാണ് എനിക്ക് എന്താ പറയാ ആ അടിപിടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
അപ്പൊ ഞാനിത് കണ്ടപ്പോ ഞാനിത് ഒരുപാട് എൻജോയ് ചെയ്തു. അപ്പൊ ആക്ഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഫിനറ്റ്ലി നല്ല റെസ്പോൺസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഭയങ്കര അടിപൊളി ആ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യും അവരുടെ റിവ്യൂസ് പറയുമ്പോൾ തന്നെ. നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ കാട്ടാളൻ സിനിമയ്ക്ക് മോശം റിവ്യൂകൾ നൽകുന്നു എന്നുള്ളൊരു അഭിപ്രായം ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും വന്നിരുന്നില്ല. അത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടോ അങ്കിതയ്ക്ക്? അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ ആക്ച്വലി അറിയില്ല. പക്ഷെ ഞാനും ഇതുപോലെ കുറെ നെഗറ്റീവ്സ് കണ്ടു. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾക്ക് പറയാം. പക്ഷെ ഇത്രയും ആൾക്കാരുടെ ഒരു എഫേർട്ടിനെ അത് എന്താ പറയുക ഇല്ലാതാക്കുന്ന രീതിയിൽ പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം ഞാൻ നേരിട്ട് കണ്ടതാണ്. അന്ന് എൻ്റെ ഒരു ദിവസത്തെ ഒരു സെറ്റിൽ പോയാലും എത്ര ആൾക്കാർ ഇതിന്റെ പുറകെ നടക്കുന്നത്. എഡിറ്റ് ചെയ്ത് വരുമ്പോഴും അത് വരുമ്പോഴും കുറേ കാര്യങ്ങളുണ്ട്. അല്ലാതെ ഇവര് വിചാരിക്കുന്നത് മാത്രമല്ലല്ലോ. അപ്പൊ അതിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട്. ലൈക്ക് എന്താണെന്നുള്ളത് കാര്യം അറിഞ്ഞിട്ട് പറഞ്ഞു. അല്ലാതെ വെറുതെ ഇങ്ങനെ നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുക്കുന്നത് മോശമാണ്. അതായത് ഇപ്പോഴും ഈ കാട്ടാളൻ സിനിമ കാണാത്തവരുണ്ടാവും. അവരോട് അങ്കിതയ്ക്ക് എന്താണ് പറയാനുള്ളത്? കാരണം അവരെ ഈ തിയേറ്ററിലേക്ക് എത്തിക്കാൻ പാകത്തിന് ഒറ്റ വാക്കിൽ പറഞ്ഞ് എന്ത് പറയും കാട്ടാളൻ സിനിമയെക്കുറിച്ച്? ഒരു കംപ്ലീറ്റ് ആക്ഷൻ ഡ്രാമയാണ്. നമ്മള് എന്താ പറയാ ആ കാട്ടിനകത്ത് ഇതുപോലത്തെ ആക്ഷൻ സംഭവങ്ങളൊന്നും ഞാൻ അധികം സിനിമയിലൊന്നും കണ്ടിട്ടില്ല. അതും VFX-ഉം CGI കാട്ടിലും ഒറിജിനൽ ആനയുടെ കൂടെയുള്ള സീക്വൻസസ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. സോ അതുപോലെ ഒരു വിസ്മയം കാണണമെങ്കിൽ ഡെഫിനറ്റ്ലി കാട്ടാളൻ വന്ന് കാണണം. തീർച്ചയായിട്ടും. എന്തായാലും അങ്കിത പറഞ്ഞതുപോലെ ഇപ്പോൾ കാട്ടാളൻ സിനിമയിലാണ് അവസാനമായി അഭിനയിച്ച് നിൽക്കുന്നത്. മുന്നോട്ട് അഭിനയമോഹവുമായി തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. അതുമാത്രമല്ല നിരവധിയായിട്ടുള്ള വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യണമെന്നാണ് ആഗ്രഹം. എന്തായാലും അങ്കിതയുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. വളരെയധികം നന്ദി സിനിമാ തട്ടകത്തിൻ്റെ ഭാഗമായത്. താങ്ക് യു സോ മച്ച്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.